പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് മാത്സിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 9. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് സംഖ്യ ഏതാണെന്ന് അറിയത്തില്ല. സോ സംഖ്യ ഈസ് ഈക്വൽ ടു നമ്മൾ എക്സ് എന്നെടുത്തു, സംഖ്യയെ എക്സ് എന്നെടുത്തു. ഇനി നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കാര്യങ്ങൾ അതുപോലെ എടുത്തെഴുതി ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. ഇവിടെ ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നുണ്ട്. ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ സംഖ്യ എക്സ് എന്നെടുക്കുമ്പോൾ 5 ഇൻറ്റു എക്സ്, അപ്പം 5x എന്ന് കിട്ടി. 5x ഈസ് ഈക്വൽ ടു എത്രയാണ്? ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ എന്ന് പറയുമ്പോൾ സംഖ്യ എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 4, 4 കൂടുതലായ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 4. അടുത്ത മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ, മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് 4 എന്ന് പറയുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അപ്പോൾ അതിൻ്റെ 3 മടങ്ങ്, അതായത് ഇൻറ്റു 3. അപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലേ? 5x ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഇൻറ്റു 3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. 5x അതുപോലെ എഴുതി, 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 4 ഇൻറ്റു 3 എത്രയാണ്? 12. ഇപ്പം നോക്കിക്കേ, 5x ഈസ് ഈക്വൽ ടു 3x പ്ലസ് 12 എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് വരുന്ന സംഖ്യയെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവരിക. അതായത് 5x ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ ആ 3xനെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് 3x ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? മൈനസ് 3x ആവും. അപ്പോൾ 5x മൈനസ് 3x എന്ന് പറയുന്നത് 12 ആണ്. 12 കിട്ടിയിട്ടുണ്ട്. 12 നമ്മൾ അതുപോലെ എഴുതി. ഇനി നമ്മൾ 5x മൈനസ് 3x എത്രയാണ്? 2x. 2x ഈസ് ഈക്വൽ ടു 12 അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി 2x ഈസ് ഈക്വൽ ടു 12 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടേണ്ട സംഖ്യ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഈക്വൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ എക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എക്സിനെ അവിടെ വെച്ചിട്ട് ബാക്കി നമ്മൾ 2 ഉണ്ടല്ലേ, ആ 2നെ നമ്മൾ ഈക്വൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുപോയി. ഓൾറെഡി അവിടെ ഒരു 12 ഉണ്ട്. ഇവിടെ 2x ആണ്. 2 ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്ത് കിടക്കുന്നത് ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? ഡിവൈഡ് ആകും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 12/2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 6.